Hey everyone, welcome back to my YouTube channel Such a Foodie. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട വെച്ചിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനു വേണ്ടി അവിടെ ആദ്യം 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് പൊട്ടിച്ച ഒരു ബൗളിൽ വെച്ചിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 15 വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് വലിയ സവാള എടുത്തിട്ട് ചെറിയതായി കട്ട് ചെയ്തിട്ട് അത് നമ്മൾക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്കിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഇനി നമുക്ക് അതിലോട്ടൊരു 4 ഉണക്കമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ എരിവിനനുസരിച്ചുള്ള ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറും പിന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതൊക്കെ ഒന്നിങ്ങനെ സൈഡിൽ കഴക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുള്ള മുട്ട അതിൻ്റെ നടുവിലോട്ട് ഒഴിക്കാം കേട്ടോ. ഇനി അതിൻ്റെ യോക്ക് മാത്രം ഒന്ന് പൊട്ടിച്ചിട്ട് അത് നമുക്ക് അങ്ങനെ ഒരു 2 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. ഇനി അത് നമ്മൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ. വെന്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചെറുതാക്കാതെ കുറച്ച് വലിയ പീസാക്കുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മസാല ഒക്കെ ഒന്ന് എല്ലാ സ്ഥലത്തേക്കും പിടിക്കുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾക്ക് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒരു പുളിക്കും വേണ്ടിയാണ്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഉപ്പൊന്ന് വെതറി കൊടുക്കാം. എല്ലാ സ്ഥലത്തേക്കും ആകുന്ന പോലെ ഉപ്പ് വെതറി കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കൊറിയാണ്ടർ ലീവ്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊറിയാണ്ടർ ലീഫ് വന്നിട്ട് ഇവിടെ ഓപ്ഷനിലാണുള്ളത്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ഇവിടെ എഗ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.